അത് മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരു കമന്റ് കണ്ടു, സമയമുണ്ട് പറഞ്ഞതാ, ചേട്ടന്റെ കാല് പോലെയാണോ കുഞ്ഞിന്റെ കാല്, ഒന്നും തോന്നരുത് കണ്ടപ്പോൾ. അയ്യോ കഷ്ടമായി പോയി. ഇതിപ്പോ തമാശയായിട്ട് ഒന്നും പറയുന്നതല്ല ഗൈസ്, ഇത് ഞാൻ സീരിയസ്ലി 100% സീരിയസ്ലി ഞാൻ പറയുന്ന കാര്യമാണ്. എനിക്കൊരു രഹസ്യം പറയാൻ, ഞാൻ സീരിയസ്ലി ഇവക്കറിയാം, ഇവക്ക് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയാം. ഇങ്ങനെ പറയാം, എൻ്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഒരു കാര്യം ചെയ്യടാ, നിന്റെ സാമാനത്തിലുള്ള മറുകെ നീ ഫോട്ടോ എടുത്ത് തന്നേലും കൊടു, നാട്ടുകാരെ കാണട്ടെ, എന്നിട്ട് 2 റൗണ്ട് വിട്ടുകൊടു. ആക്ച്വലി അങ്ങനെ ചോദിക്കുന്ന ആ ഒരു അവരുടെ മൈൻഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ അന്തസ്സിന് ചേർന്നല്ല. ടിപ്പിക്കൽ മലയാളി പിള്ളേര്. ആരോ വന്ന് ചോദിച്ചു, നിന്റെ ഒക്കെ കാലിന് വയ്യാത്തതുപോലെ നിന്റെ കൊച്ചിനും കാലിന് വയ്യ, ഓക്കെ നിനക്ക് മാന്യമായിട്ട് കൊടുക്കുക. അവന്റെ തന്തയ്ക്ക് വേണമെങ്കിൽ വിളിച്ചിരുന്നെങ്കിലും ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. അല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു മാർഗമുണ്ട്. ഇതിപ്പോ എനിക്ക് ആൾക്കാരുടെ മുമ്പ് എൻ്റെ ചെറുക്കനും എനിക്കും ഉണ്ട്, എങ്ങനെ കാണിച്ചു തരും? എനിക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ വഴി ഒന്നും കാണിക്കാൻ പറ്റൂല. അവന്റെ ജാനത്തിലെ മറുകുണ്ട്, അത് കൊച്ചിന് അതുപോലെ ഉണ്ടോ? നാണം ഉണ്ടാടാ എനിക്ക്. എന്റെ ഈ പറയുന്ന പോലെ യൂട്യൂബ് സസ്പെൻഡ് ആയപ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരും. ഇവനൊക്കെ വെച്ച് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ വിചാരം മാസ് പഞ്ച് ഡയലോഗ് എന്നാ. എടാ കുറച്ച് ബോധം കാണിക്കടാ, ബോധത്തോടെയൊക്കെ പെരുമാറാൻ പഠിക്കും. നാണം കെടട്ടെ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടട്ടെ, വൃത്തികെട്ടവൻ. ഇങ്ങനെ ഒരു വെടല നിന്നെ ഞാൻ എന്നാ പറയാനാ? ഇത്രയും കഴുപ്പണം കെട്ടവനായി പോയല്ലോടാ നീ. അത്രയ്ക്കും അധപതിച്ചോടാ നീ.